ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എജ്ജോബ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ രാജ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് NTPC എക്സാമിന് വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മതിയോ, പിന്നെ വേറെ കോച്ചിങ്ങിന് പോകണം, ഓൺലൈൻ കോഴ്സുകൾ പോകണം, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കുണ്ട്. ചില ആളുകൾ പുതിയ ആളുകളായിരിക്കും, എക്സാമിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ പ്രിപ്പറേഷൻ എന്താണ്, വീട്ടിലിരുന്ന് ചെയ്താൽ മതിയോ, അതോ ഇനി വേറെ എങ്ങനെ വേണം നമ്മളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ, സെൽഫ് പ്രിപ്പറേഷൻ മതിയോ, അതോ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്ന ജനറൽ ആയിട്ടുള്ള കുറെ, എനിക്ക് ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് കിട്ടുന്ന കുറെ കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതുകൂടി ഞാൻ ആദ്യം പറയട്ടെ. ഇങ്ങനെ ചെയ്താലേ പറ്റുമെന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് കുറച്ച് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മുടെ ടോപ്പിക്? RRB NTPC സെൽഫ് പ്രിപ്പറേഷൻ മതിയോ എന്നുള്ളതാണ്. കാരണം ഇത് ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് സംശയമാണ്. കാരണം ഈ ഒരു ഫീൽഡിലേക്ക് ആദ്യമായിട്ട് NTPC പോലത്തെ ഒരു എക്സാം ആദ്യമായിട്ട് എഴുതുന്ന ആളുകളുണ്ട്. ഓക്കെ, സോ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ വേറെ ഒരു എക്സാം എഴുതിയിട്ടില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ഇതുവരെ PSC എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ റെയിൽവേ എക്സാം എഴുതിയിട്ടില്ല. ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻ ഉള്ള ആളുകളുണ്ട്. അവരുടെ മെയിൻ കുറെ ഡൗട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്നോട് സ്ഥിരമായി എനിക്ക് തുടങ്ങി. ഇപ്പൊ 2024 NTPC എക്സാം ആണെന്ന് വെക്കുക. ഓക്കെ, 2024 NTPC എക്സാം ഞാൻ എപ്പോ പഠിച്ചു തുടങ്ങണം? ഞാൻ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വരെ എപ്പോഴാണ്? ജൂലൈ ടു സെപ്റ്റംബറിൽ വരും. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ നിങ്ങൾ എത്തില്ല, അല്ലെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പഠിക്കാൻ ഈ ഒരു എക്സാം വേണം എന്നുള്ളവർ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങി. ഇപ്പൊ തുടങ്ങിയാൽ കിട്ടുമോ എന്നുള്ള അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ എന്താ, നിങ്ങൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാവണം. സ്ട്രാറ്റജി ഇല്ലാണ്ട് വെറുതെ നിങ്ങൾ പ്രിപ്പറേഷന് പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടില്ല. കാരണം ഈ 2024 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 2025 തന്നെ ഈ എക്സാം വിളിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞു അടുത്ത വർഷം തന്നെ എക്സാം ഉണ്ടാവും എന്ന് പറയാം. അപ്പൊ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്ന് ആലോചിച്ചിട്ട് തന്നെ നമ്മുടെ സമയം ഒരുപാട് പോകും. പഠിക്കാൻ എന്നുള്ളവർ ഉടനെ തന്നെ പഠിത്തം. അതിന് ഇനിയിപ്പോ എന്താണ് രാഹുകാലോ അങ്ങനത്തെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഉടനെ അതിന് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കണക്ക് ബുദ്ധിമുട്ടാണ്. ഇത് എന്നോട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യം. കണക്ക് ബുദ്ധിമുട്ടാണോ? കണക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു +2 ലെവലും ഒരു ഡിഗ്രി ലെവലും ആണ് അല്ലെ. NTPC രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ. ഒരു +2 ലെവലും ഉള്ള എന്താ, +2 ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട് അല്ലെ. പിന്നെ ഈ രണ്ട് ലെവലുകൾ ഉണ്ട്. ഇതിലുള്ള എക്സാമുകളാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ +2 ഡിഗ്രി ഈ രണ്ട് എക്സാം എഴുതുമ്പോൾ അതിന്റെ പോസ്റ്റുകൾ ഉണ്ട്, പല പോസ്റ്റുകൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിഗ്രി ലെവലുള്ള പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള കണക്കുകൾ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഐഡിയ ആദ്യം ഉണ്ടാക്കി വെക്കണം. കണക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ എനിക്ക് കണക്കൊന്നും ബുദ്ധിമുട്ടല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് കണക്ക് ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞാൽ ആയിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനത്തെ കൺഫ്യൂഷൻ അടുത്തത്. കണക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ആ എക്സാം ഏതാണോ അതിൻ്റെതായിട്ട് ലെവലിലുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഒരുപാട് എളുപ്പമാവാണ്ടിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് എക്സാം എളുപ്പമാവാണ്ടിരിക്കുകയാണ് നല്ലത്. കട്ട് ഓഫ് ഒരുപാട് കൂടും. കാരണം ഒരു നോർമൽ റേഞ്ചിൽ പഠിച്ചു വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ എങ്ങനെ ഒരു 100 ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു 50 അല്ലെങ്കിൽ ഒരു പകുതിയൊക്കെ നമുക്ക് എന്തായാലും കുറച്ച് അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ കിട്ടും. അപ്പൊ ഒരുപാട് ഈസി ക്വസ്റ്റ്യൻസ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്താണ്, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യും. അത് നമുക്കത് നല്ലതല്ല. അപ്പൊ എന്ത് ചെയ്യും, അതിൽ തന്നെ കുറച്ച് സെറ്റ് ഓഫ് ആളുകളെ കറക്റ്റ് ഒരു സിലബസ് ഒക്കെ വെച്ച് കറക്റ്റ് ഫോക്കസ്ഡ് ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ടൊക്കെ പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവരാണ് എന്ത് ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ കയറുന്നതും. അവർക്കാണ് ഇതിനെ കുറിച്ച് ഐഡിയ. അപ്പൊ കണക്കെന്നല്ല, എല്ലാം നമുക്ക് ഒരു ലെവലിലേക്കൊക്കെ ഒരു എന്താണ്, ഒരു അത്യാവശ്യം ഒരു ടഫ് ഒക്കെ ആവുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫ് ആയിരിക്കും. എങ്ങനെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണെങ്കിൽ. ഓക്കെ, അടുത്തത് പിന്നെ ചോദ്യം, CGL പോലെയൊക്കെ ആവുമോ? SSC CGL ഇല്ലേ, SSCയുടെ CGL പോലെയൊക്കെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പോലെയൊക്കെ ആ ലെവലിലേക്ക് ഒന്നും ഉണ്ടാവില്ല. ആ ലെവലിലേക്ക് അത്രയ്ക്ക് അങ്ങനെ ടഫ് ഉള്ള ഒരു സാധനമല്ല. കാരണം CGL എന്താണ്, ഗസറ്റഡ് പോസ്റ്റുകൾ, അങ്ങനെ കുറെ പോസ്റ്റുകളല്ല. ആ ലെവലിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? മലയാളത്തിൽ എഴുതാം. എക്സാം മലയാളത്തിൽ എഴുതാം. റീജിയണൽ ലാംഗ്വേജുകളെല്ലാം എഴുതാം. കാരണം സൈഡിൽ എന്താണ്, ഒരു നിങ്ങൾക്ക് എക്സാം എഴുതിയ ആളുകൾക്ക് അറിയാം, സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടാവും. ആ മെനുവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ഒരുപാട് ലാംഗ്വേജ്, മലയാളം അല്ല നിങ്ങൾക്ക് കന്നഡയിൽ എഴുതണമെങ്കിൽ കന്നഡയിൽ വരെ ഉണ്ടാവും. കന്നഡ, ഗുജറാത്തി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ലാംഗ്വേജ് ഉണ്ടാവും. ആ ബേസിക്കലി അതെന്താ വെച്ചാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ്. നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷിൽ പഠിക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ ആ ക്വസ്റ്റിന്റെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ അവിടെ സൈഡിൽ ഉണ്ടാവും. നിങ്ങൾക്ക് മൊത്തം മലയാളത്തിൽ എഴുതണമെന്നില്ല. ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒക്കെ മലയാളത്തിൽ കാണണം, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിൽ ഒരു വേർഡ് വന്നു, നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ മാത്രം മലയാളത്തിൽ കാണണമെങ്കിൽ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്കാം. ഓക്കെ, അപ്പൊ ഫുള്ള് മലയാളം ആണെന്നില്ല. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിനും, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനും ഗുജറാത്തിയിൽ കാണുന്ന ക്വസ്റ്റ്യൻ എത്തിക്കഴിഞ്ഞാൽ ഗുജറാത്തി ലാംഗ്വേജിൽ എടുത്ത് നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ PSCയുടെ കൂടെ പഠിക്കാൻ പറ്റുമോ എന്നുള്ള അടുത്ത ഒരു PSCയുടെ കൂടെ പഠിക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന കുറെ സാധനങ്ങളുണ്ട്. ഇംഗ്ലീഷ് ഇല്ല കേട്ടോ, അതിനും പറയാലോ. ഇംഗ്ലീഷ് നമുക്ക് ഇതിലില്ല. മലയാളം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എഴുതാൻ പോകുന്ന റെയിൽവേ എക്സാം ആണ്, ഞാൻ മലയാളം PSCയുടെ മലയാളം പഠിക്കുന്നുണ്ട് അങ്ങനെ വരില്ല.
നിങ്ങൾക്കൊരു സ്ട്രാറ്റജി വേണം. എന്താണ് റെയിൽവേക്ക് വേണ്ടത്, എന്താണ് PSC വേണ്ടത്. ഇതിൽ കോമൺ ആയിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ റെയിൽവേ ആയിരിക്കും, അടുത്ത സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് PSC ആയിരിക്കും. അപ്പൊ ഇതിൽ രണ്ടും കോമൺ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവും. ഇത് നിങ്ങൾ ആദ്യം കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഈ രണ്ട് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്ത പരീക്ഷ ഏതാ വരുന്നതനുസരിച്ച് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാണ് ജനറൽ ആയിട്ട് വരുന്ന കുറെ ഡൗട്ടുകൾ. ഇനി എക്സാം എപ്പോ തുടങ്ങുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി എന്റെ ഒരു സജഷൻ ഞാൻ പറയാം. അതായത് ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇതുവരെ നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്താന്ന് പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിർബന്ധമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു കോച്ചിങ്ങിന് പോവുക, ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോവുക ആദ്യം തന്നെ. ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത്. ഓൺലൈൻ പോകാൻ താല്പര്യമുള്ള ആളുകൾ, ഞാൻ എന്റെ ഒപ്പീനിയൻ ആണ് ഈ വീഡിയോ മൊത്തം പറയുന്നത് കേട്ടോ. സോ നിങ്ങൾ ആദ്യം ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോവുക. എന്നാലേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ, എത്രത്തോളം ആളുകൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ആളുകൾ ഇതിനായിട്ട് വരുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഓഫ്ലൈൻ നിങ്ങളൊരു കോച്ചിങ് സെന്ററിൽ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. എന്തൊക്കെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, നമ്മുടെ അടുത്തുള്ള ആളുകൾ എങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ചടച്ചിരിക്കും. അപ്പൊ അടുത്തുള്ള പഠിക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ എങ്ങനെയൊക്കെ ഉണ്ട്, അവൻ ഏതൊക്കെ സോഴ്സ് നിന്നാ പഠിക്കുന്നത്, അല്ലെ, അവനൊരു എക്സാമിന് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കുറെ സാധനങ്ങൾ നമുക്കൊരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോയാൽ കിട്ടും. നിങ്ങൾ ടോപ്പിക് നിങ്ങൾക്ക് ചിലപ്പോൾ ഓൺലൈനിൽ കിട്ടും, പക്ഷെ പ്രിപ്പറേഷന്റെ കുറച്ച് ഐഡിയകളുണ്ട്, ഇത് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ നിന്ന് കുറെ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളൊരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോവുക. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. ഓഫ്ലൈൻ കോച്ചിന് ഒരുപാട് കാലമൊന്നും വേണ്ട, ഒരു 3 മാസത്തോളം പോയാൽ മതിയാവും. കറക്റ്റ് നിങ്ങൾ റെയിൽവേയിലേക്ക് ഒരു എന്താണ് ഒരു കോച്ചിങ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 3-4 മാസം പോവുക. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മാത്സിന്റെ ഒക്കെ ടോപ്പിക് തീർക്കണം. തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണ്, കാരണം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് പോണത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അവരോട് പോയി ചോദിക്കണം, എന്തേ കോഴ്സ് ഇനി കുറെ തീരാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഉടായ്പൊക്കെ കുറെ നടക്കുന്നതിന്റെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ബാങ്ക് എക്സാമിനും ഇതേപോലെ റെയിൽവേ എക്സാമിനും PSC എക്സാമിനൊക്കെ ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുത്തിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓഫ്ലൈൻ കോച്ചിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വീട്ടിലിരുന്നാൽ കുറെ ഡിസ്ട്രാക്ഷൻസ് വരും, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഇതൊന്നുമില്ല. നമ്മൾ രാവിലെ 10 മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ വൈകുന്നേരം 4:30 വരെയാണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം അതിനുണ്ട്, ഫുൾ ടൈം നമുക്ക് അതിന് കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ മിനിമം ഒരു 3 മാസമെങ്കിലും എന്ത് ചെയ്യുക, ഒരു കോച്ചിങ്ങിന് 3 months എങ്കിലും ഒരു കോച്ചിങ് മിനിമം. ഞാൻ പറയും ഇതിനേക്കാൾ എത്ര പോയാലും നല്ലതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പറ്റുന്നില്ല അല്ലെങ്കിൽ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു എക്സാം നടത്തി. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകുകയാണെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുക. നിങ്ങൾ എക്സാം എഴുതി ഒരു മോക്ക് ടെസ്റ്റ് എഴുതി വയ്ക്കുക. ഒരു മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് 100-ൽ ഒരു 80 മാർക്ക് കിട്ടി, കൊള്ളാലോ അല്ലെ, തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചൊക്കെ ചെയ്തപ്പോഴേക്കും നമുക്ക് 100-ൽ ഒരു 80 മാർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനമാവും. പക്ഷെ ഇതേ എക്സാം ചിലപ്പോൾ നിങ്ങൾ ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് 100-ൽ ഒരു 80 മാർക്ക് കിട്ടി, ബാക്കി ഇപ്പൊ ഒരു 50 പേരുണ്ടെന്ന് വെച്ചോ, അതിലെ ബാക്കി 40 ആളുകൾക്കും 100-ൽ 90-ഉം 95-ഉം ഒക്കെയാണ് മാർക്ക് നയിക്കുക. കാരണം അത് എളുപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. എളുപ്പം ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാണ്ട് നിങ്ങൾക്ക് തുടക്കത്തിൽ 80 മാർക്ക് കിട്ടില്ലല്ലോ അല്ലെ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് 80 എന്നുള്ളത് വലിയ സംഭവമല്ല. കാരണം എനിക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ തന്നെ 100, 90, 95 വാങ്ങിയ ആളുകളാണ്. അവരോടൊപ്പമാണ് ഞാൻ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതല്ല, ഇത് ഞാൻ അത്രയ്ക്ക് അങ്ങ് ടോപ്പ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇങ്ങനത്തെ കുറെ കമ്പാരിസൺ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവരോട് ചോദിക്കും ഇത് എവിടുന്നാ പഠിച്ചത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെ, അങ്ങനെ ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് പഠിക്കണം, കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ എവിടെ നിന്ന് നോക്കണം, പ്രീവിയസ് എത്ര, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നിങ്ങൾ അവിടെ പോകണം, കോച്ചിങ്ങിന് പോകണം. ഒരു 3-4 മാസം നിങ്ങൾ എന്ത് ചെയ്യാം, കോച്ചിങ്ങിന് പോയി. എന്നിട്ട് പിന്നെ ഓൺലൈനിൽ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡിയിലേക്ക് മാറിക്കോ. എല്ലാവരും അത് തന്നെയാണ് ചെയ്യുക. കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. സാധാരണ കണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. എന്താണ്, നിങ്ങളുടെ കോച്ചിങ്ങിന് പോകും, അവിടെ നമ്മുടെ ഒരു സമപ്രായക്കാരോ അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ ഒരു ക്യാരക്ടറൊക്കെ ഒത്തുപോകുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. അവരൊക്കെ ആയിട്ട് ഗ്രൂപ്പ് ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, വേറെ പുറത്തോ അല്ലെങ്കിൽ ഇതിന്റെ ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്താ, ഇപ്പൊ 6 മാസമൊക്കെ സാധാരണ കോഴ്സിന് വേണ്ടി എടുക്കാന്ന് വെച്ചോ. 6 മാസം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഫീസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈബ്രറിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി, നമുക്ക് ആരുടെയും ഗൈഡൻസ് ഒന്നും വേണ്ട. കാരണം നമുക്ക് മാത്സ് കിട്ടി, റീസണിങ് കിട്ടുന്ന ടോപ്പിക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ GK ആണ്, GK എടുത്താലും തീരില്ല അല്ലെ, ഒരിക്കലും തീരില്ല സാധനം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമ്മൾ കോച്ചിങ് സെന്റർ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, സെപ്പറേറ്റ് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഗ്യാങ് ഫോം ആവും, അവരിരുന്ന് പഠിക്കും, കമ്പയർ സ്റ്റഡി നടത്തും. അപ്പൊ എന്താ വെച്ചാൽ കുറെ ഓർമ്മയിൽ കുറെ സാധനങ്ങൾ നിൽക്കും, കമ്പയർ സ്റ്റഡി നടത്തും. ഇങ്ങനെയൊക്കെയാണ് ഇതൊരു കോച്ചിങ് എന്നുള്ള സാധനത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതൊന്നും പറ്റാത്ത ആളുകളാണെങ്കിൽ അവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ എനിക്കൊന്നും പറ്റില്ല, അതായത് എനിക്ക് അങ്ങനെ കോച്ചിങ്ങിന് പോകാൻ ഒരു നിവൃത്തിയില്ല, ഒരു പ്രത്യേകിച്ച് എനിക്ക് സെൽഫ് സ്റ്റഡി നടക്കുള്ളൂ, വീട്ടിൽ കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട്,
അല്ലെങ്കിൽ വീട്ടിൽ പണിക്ക് പോകാൻ ഞാൻ പോയാലും വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് എന്നോട് പേഴ്സണലി വന്ന് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ഞാൻ പറയും, നിങ്ങൾ ആദ്യം നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് ദ എക്സാം ഞാൻ എഴുതി എക്സാമിനെ കുറിച്ച് ഐഡിയ ആദ്യം ഉണ്ടാക്കി വെക്കാൻ മക്കളെ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ സിലബസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എത്രയുണ്ട്? ഇപ്പൊ NTPC കാര്യം പറയുന്നത് മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, അങ്ങനത്തെ കുറെ സംഭവങ്ങളില്ലേ. സോ ഇത് ഇംഗ്ലീഷ് ഇല്ല. കുറെ ആളുകൾ ചോദിക്കുമ്പോൾ ഏതൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, പക്ഷെ ഇംഗ്ലീഷും ഇത് പഠിക്കുന്നുണ്ടാവും, ഇംഗ്ലീഷ് ഇല്ല. അപ്പൊ സിലബസിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഈ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങളുടെ കാണുന്ന ഭാഗത്ത് എഴുതി ഒട്ടിച്ചെന്ന് വയ്ക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഒരു ഐഡിയ കിട്ടുള്ളൂ ഇത് എന്തൊക്കെയാ എവിടെയൊക്കെയാന്നുള്ളത്. പിന്നെ ഏതൊക്കെ പോസ്റ്റുകളാണ്, ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് എക്സാം എഴുതുന്ന NTPC ഏതൊക്കെ പോസ്റ്റുകളാണ്, ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ഏതാ, നോൺ ഗ്രാജുവേറ്റ്, ഈ എക്സാമിനെ കുറിച്ച് ഫുള്ള് തറവായിരിക്കും നിങ്ങൾക്ക്. എന്നാലേ നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നതിനെ കുറിച്ച് ഐഡിയ കിട്ടുള്ളൂ. പിന്നെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ജൂനിയർ ക്ലർക്ക് വേണമെന്ന് വെക്കാം, അതാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് എത്ര പ്രീവിയസ് ഇയർ കട്ട് ഓഫ്, CBT 1 എത്ര കട്ട് ഓഫ് വന്നു, അല്ലെങ്കിൽ CBT 1 ജനറൽ കട്ട് ഓഫ് എത്രയായിരുന്നു, പിന്നെ സീനിയർ ക്ലർക്കിന്റെ അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്കിന്റെ കട്ട് ഓഫ് അടുത്ത് തന്നെ, അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് എത്രത്തോളം നമ്മൾ പഠിക്കണം എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ, അല്ലെ. പിന്നെ എവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ എവിടെ കട്ട് ഓഫ് കൂടുതലായിരുന്നു. ചില ആളുകൾ കട്ട് ഓഫ് മാത്രം നോക്കിയിട്ട് എന്താണ് അപ്ലൈ ചെയ്യും, കുറവ് കട്ട് ഓഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ചില കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ബാംഗ്ലൂര് അപ്ലൈ ചെയ്തു, ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് പോകണം, അവിടെ കട്ട് ഓഫ് ഒന്നും അത്ര വലിയ ഡിഫറൻസ് ഒന്നും അല്ല, കട്ട് ഓഫ് കൂടും. അപ്പോൾ പിന്നെ ബാംഗ്ലൂരൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പോയി വർക്ക് ചെയ്യാന്നുള്ളത് ആലോചിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇല്ല ഞാൻ പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ വീടിന്റെ അടുത്ത് തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, RRB തിരുവനന്തപുരം തന്നെ കൊടുക്കുക. അപ്പൊ ആ ഒരു സംഭവം ശ്രദ്ധിക്കും. അപ്പൊ ഇങ്ങനെ എക്സാമിനെ സംബന്ധിച്ചുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുക്കുകൾ നമ്മൾ പഠിക്കുകയാണ്, ഓൺലൈൻ കോഴ്സ് വേണമെന്നുള്ള ഞാൻ പറയാം. ബുക്കുകളാണ് സബ്ജക്ട് വൈസ് ബുക്കുകൾ വേണം, പ്രീവിയസ് ഇയർ ബുക്കുകൾ ഏതൊക്കെയാണ്, ഇതിനെ കുറിച്ചൊക്കെ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. എന്നിട്ട് ഉൾപ്പെടുത്താന്ന് വിചാരിച്ചാൽ പറയുകയാണെങ്കിൽ കുറെ അവിടെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ പ്രീവിയസ് ഇയറിന്റെയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, YCT പബ്ലിക്കേഷൻസിന്റെ ബുക്കുകൾ നോക്കിക്കോ, നല്ല ബുക്കാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വർക്ക്ഔട്ട് ചെയ്തതിന് RRBയുടെ ബുക്ക് മേടിച്ചാൽ മതി, ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കും. RRBയുടെ ബുക്ക് മേടിച്ചാൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിന് കേട്ടോ. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഒരു പ്രീവിയസ് ഇയർ എല്ലാം പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ ചെയ്യാന്നല്ല, പ്രീവിയസ് ഇയർ ചെയ്ത് തുടങ്ങണം എന്നാണ് ഞാൻ പറയുക. കാരണം അപ്പോഴാണ് നമുക്ക് അറിയാം ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ് പ്രീവിയസ് ഇയർ നോക്കാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു ബന്ധമില്ലാത്ത ഏരിയയിൽ പോയിട്ട് നോക്കിയിട്ട് കാര്യമില്ല, എത്ര ക്വസ്റ്റ്യൻസ് വരും നമുക്ക് ഒരു കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മറ്റേ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനത്തെ നല്ലത് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട്, അങ്ങനത്തെ കുറച്ച് ബുക്കുകൾ കറക്റ്റ് ആയിട്ട്, മാത്സിന് സെപ്പറേറ്റ്, മാത്സിനൊക്കെ ആണെങ്കിൽ RS അഗർവാളിന്റെ ബുക്കുകൾ ഉണ്ട്, പിന്നെ എന്താണ് അങ്ങനത്തെ കുറെ അരിഹന്ത് പബ്ലിക്കേഷൻസിലേക്ക് മൊത്തത്തിന്റെ ഒരു ഗൈഡ് ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ ഇപ്പൊ പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ ബുക്കുകളെ കുറിച്ചിട്ട് ഐഡിയ മസ്റ്റ് ആയിട്ടുണ്ട്, ഏതൊക്കെ ബുക്കുകൾ എനിക്ക് വേണം എന്നുള്ളതൊക്കെ വേണം. പറ്റുകയാണെങ്കിൽ ഈ എക്സാം ക്രാക്ക് ചെയ്ത ആളുകളോ ബാക്കി പ്രിപ്പയർ ചെയ്ത ആളുകളൊക്കെ അവരോടൊക്കെ ഒന്ന് സംസാരിക്കണം, എന്നൊരു മടിയും വിചാരിക്കേണ്ട, ആരും നമുക്ക് പറഞ്ഞു തരാണ്ടിരിക്കൊന്നുമില്ല. ഓക്കെ, കാരണം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആളുകൾ എന്ത് ചെയ്യുള്ളൂ, ഇപ്പൊ പറഞ്ഞു തന്നാൽ ആ ബുക്ക് അവൻ പഠിച്ചാലെന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുള്ളൂ. ഇപ്പൊ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ പോവാം. ഓക്കെ, പക്ഷെ പാസ് ആയ ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്താണ്, അങ്ങനെ പ്രിപ്പയർ ചെയ്ത് അത്യാവശ്യം പാസ്സായ ആളുകളിലേക്ക് ചോദിക്കാം. ഫൈൻ. പിന്നെ അടുത്തത് ടൈം ടേബിൾ. ഒരു ടൈം ടേബിൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കണം, മസ്റ്റ് ആണ് ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസം ടൈറ്റ് ആയിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കരുത്. നിങ്ങൾ ഫോളോ ചെയ്യാനും പറ്റില്ല, ഒരാഴ്ച നിങ്ങൾ നോക്കൂല, ടൈം ടേബിൾ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശനി ഞായർ ഒഴിവില്ല, അതേപോലെ 2 ദിവസം ഒഴിവിട്ട് ബാക്കി 5 ദിവസം ടൈം ടേബിൾ ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ 6 ദിവസം ടൈം ടേബിൾ ഉണ്ടാക്കി 1 ദിവസം ഗ്യാപ്പ് ഇട്ടോ. ഈ ടൈം ടേബിൾ തന്നെ ഒരു ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾ രാവിലെ 6 മണിക്ക് എണീക്കുന്ന 6 മണി മുതൽ 11 മണി വരെ ഫുള്ള് പഠിത്തം അങ്ങനെയൊന്നുമല്ല, നിങ്ങളെയും കൊണ്ട് പറ്റുന്ന ടൈം ടേബിൾ മതി. കുറച്ച് നമുക്ക് റിവൈസ് ചെയ്യാം. തുടക്കത്തിൽ നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്ര മാത്രം ടൈം ടേബിൾ ഉണ്ടാക്കുക. ദിവസം നിങ്ങൾക്ക് ഒരു 4 മണിക്കൂറെ പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 4 മണിക്കൂർ മതി, ബാക്കി മണിക്കൂർ വേസ്റ്റ് ആയി പോട്ടെ. പക്ഷെ ആ പഠിക്കുന്നത് എന്താണോ വൃത്തിക്ക് പഠിക്കും. ഓക്കെ, ആ ചെയ്യുന്ന പരിപാടി കൃത്യമായി വൃത്തിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ പരിപാടി നിൽക്കണം. ടൈം ടേബിൾ ഞാൻ ഇട്ടാൽ ഞാൻ രാവിലെ 7 മണിക്ക് എണീറ്റു, 7 മണി മുതൽ 10 മണി വരെ പഠിത്തമാണ്. എണീറ്റിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 6 മണിക്ക് എണീറ്റു, 1 മണിക്കൂർ ഭക്ഷണം കഴിഞ്ഞ് 7 മണി 10 മണി പഠിത്തം പറ്റില്ല നിങ്ങളെ കൊണ്ട്. 8, 9, 3 മണിക്കൂർ കണ്ടിന്യൂസ് പഠിക്കുമ്പോഴേക്കും പറ്റുന്ന ആളുകൾ ഉണ്ടാകും, പക്ഷെ നിങ്ങൾ ടയർഡാവും. അങ്ങനെയൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ പഠിക്കുക, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും അരമണിക്കൂർ പഠിക്കുക, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിവാർഡ് കൊടുത്തിരിക്കുക. എന്താണ്, നിങ്ങൾ
ഇപ്പൊ ഫോണാണ് ഒരുവിധ ആളുകൾക്ക് ഡിസ്ട്രാക്ട് ചെയ്യുന്ന പരിപാടി അല്ലെ. നമ്മളിങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ, ഫോൺ സൈലന്റ് ആക്കിയിട്ട് മാറ്റി വെച്ച് കുറച്ച് കയ്യെത്ര ദൂരത്തേക്ക് മാറ്റി വെക്കുക. വെള്ളക്കുപ്പി അടുത്ത് വെക്കുക, കാരണം ഇതിനൊക്കെ നമ്മൾ നീച്ചു പോയി, കുറച്ച് നമ്മൾ നീച്ചു പോകും. പിന്നെന്താ, പിന്നെ വെള്ളം എടുക്കാൻ വേണ്ടി ഇങ്ങനെ അടുക്കളയ്ക്ക് പോകുമ്പോൾ ടി വിക്ക് ഒന്ന് എത്തി വെക്കും. ആ കൊള്ള നല്ല പരിപാടി, എന്നാൽ ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് കാണാം. ആ 5 മിനിറ്റ് 10 ആവും 15 ആവും. ഇനി അല്ലെങ്കിൽ പുറത്താരെങ്കിലും വരും, വെള്ളം എടുക്കാൻ പോകുമ്പോഴേക്കും കാണാം, അല്ലെങ്കിൽ അമ്മ അടുപ്പത്ത് എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും, ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ നീക്കരുത്. നമ്മൾ എന്താണ് സ്റ്റഡി ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കായിട്ടുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അടുത്തന്നെ ഉണ്ടാവും. നീക്കരുത്. പിന്നെ അവിടെ ആ ടൈം ടേബിൾ അവിടെ അത് കഴിഞ്ഞിട്ട് നീക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്ന് പഠിക്കണം. കാരണം ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വീഡിയോ നീട്ടു പോകണമെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ UPSC അല്ലെങ്കിൽ വേണ്ട SSC പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി എന്താ യൂട്യൂബിൽ. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഈ സാധനം ചെയ്യുന്നത്. രാവിലെ 4 മണിക്ക് അവരെ വീടൊക്കെ കാണും നിങ്ങൾ. ചെറിയ കുടുസ് മുറിയായി. നമ്മൾ പറയില്ല നോർത്ത് ഇന്ത്യൻസ്, ഇന്ത്യക്കാരൊക്കെ കുറെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ, അവരൊക്കെ വന്ന് ജോലി മേടിച്ചു പോകണം, നല്ലോണം കഷ്ടപ്പെട്ടാ. നിങ്ങൾ രാവിലെ 4 മണിക്ക് എണീറ്റ് പഠിക്കുന്ന എത്ര ആളുകൾ? ചിലർക്ക് രാവിലെ 4 മണിക്ക് എണീക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനത്താണ്, രാവിലെ എണീറ്റ് പഠിക്കാൻ എനിക്ക് പറ്റില്ല. പകരം ഞാൻ എന്ത് ചെയ്യും, നൈറ്റ് കുറച്ചധികം സമയം ഇരിക്കും. എനിക്ക് നൈറ്റ് എത്ര വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ ആ ആളുകൾ എന്താ, അവരെന്നെ കുക്ക് ചെയ്ത്, അവരെന്നെ പുറത്ത് എവിടേക്കോ റൂം എടുത്തിട്ട് അവരെന്നെയാണ് എല്ലാം. അരി ഇടുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇത് മറ്റേ കറി ഉണ്ടാക്കുന്നു, രാവിലെ എണീക്കുന്നു, പഠിക്കുന്നു, മൊത്തം ക്ലീൻ ചെയ്യുന്നു. നിങ്ങളുടെ ഡെയിലി റൊട്ടീനൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എന്താ ഒന്നും അല്ലെ. സോ അതിനാണ് പറഞ്ഞത്, ഒരു ടൈം ടേബിൾ അവനവനെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ മതി. എല്ലാത്തിനും നിൽക്കരുത്, എല്ലാത്തിനും നിൽക്കുന്നത് വെറുതെയാണ്. പിന്നെ എണീറ്റ് പോകരുത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണം ഒരു 1/2 മണിക്കൂർ, ഞാൻ 1 മണിക്കൂർ ഞാൻ പഠിക്കുകയാണ്, 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു 10 മുതൽ 11 മണി വരെ ഞാൻ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 10 മിനിറ്റ് എനിക്ക് ഫോൺ നോക്കാം. നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യുക, റിവാർഡ് കൊടുക്കും. പഠിക്കുന്നുണ്ട്, പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഫോൺ നോക്കാം. പിന്നെ അത് കഴിഞ്ഞ് അവിടെ വെക്കണം ആ പരിപാടി. ഓക്കെ. പിന്നെ ഡീപ്പായി ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് 24 മണിക്കൂർ തികയാണ്ട് വരും. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ 24 മണിക്കൂർ തികയാണ്ട് വരും. ഞാൻ ഈ RRB എക്സാമിന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് ഞാൻ വീണ്ടും ഇട്ടിട്ടുണ്ട്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, EduHub ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. EduHub ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പൊ ആ ചാനൽ കാണാം. അത് ഞാൻ റീസെന്റ് ആയിട്ട് വീണ്ടും ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അത് ഞാൻ ഇങ്ങനെ ഒരുവിധം എല്ലാം കവർ ചെയ്യുന്ന പോലെ ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പൊ എന്താണ് അടുത്ത പറയുക, ടൈം ടേബിൾ കറക്റ്റായിട്ട് ഉണ്ടാക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന ടൈം ടേബിൾ ഉണ്ടാക്കുക, ആവശ്യമില്ലാത്ത ഉണ്ടാക്കരുത്. എല്ലാം കൂടി വാരി ഇട്ടിട്ട് അത് ഫോളോ ചെയ്യാത്ത ടൈം ടേബിളോട് വെറുപ്പായി, നമുക്ക് വെറുപ്പായി. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പഠിച്ച് കയറി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്താവും, ടൈം ടേബിൾ കുറച്ച് നിങ്ങൾ തന്നെ ഒന്ന് റീവർക്ക് ചെയ്യും. ഇതുപോലെ കുറച്ചും കൂടി ഒന്ന് റീവർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്ത് നല്ലൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടൈം ടേബിൾ 2 മാസം 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 മാസം വേണ്ട, 3 മാസം 2 മാസം. ഓക്കെ. ഇനി അടുത്ത എന്താ വെച്ചാൽ ഓൺലൈൻ കോഴ്സസ്. എവിടെ തിരിഞ്ഞാലും ഉണ്ട് ഓൺലൈൻ കോഴ്സസ്. ഈ ഞാനടക്കം എന്താണ് ഓൺലൈൻ കോഴ്സസ് ചെയ്യാറുണ്ട് അല്ലേ. നിങ്ങൾക്ക് അറിയാം, കാരണം കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് നമ്മളെ ചെയ്തിട്ട് ഗ്രൂപ്പ് ഡിയും വന്നില്ല. എത്രയോ കാലം നമ്മൾ അങ്ങനെ അലഞ്ഞു നടന്നു മാത്സിന് വേണ്ടി ചെയ്തിട്ട് അല്ലെ. അപ്പൊ ഓൺലൈൻ കോഴ്സസ് ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നെറ്റിൽ അടിച്ചത്തേക്ക് ഇഷ്ടം പോലെ കാണാം, കുറെ ആപ്പുകളുണ്ട്, ഒരുപാട് ഓൺലൈൻ പരിപാടികളുണ്ട്, യൂട്യൂബ് കൂടെ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ചൂസ് വൈസ് ഞാൻ കൊടുക്കണം. കറക്റ്റ് നമ്മളുടെ ടാർഗറ്റ് ഏതാണ്. ഒരുപാട് പൈസയുള്ള കോഴ്സ് പർച്ചേസ് ചെയ്താൽ ഒരുപാട് നല്ലത് കിട്ടുന്നതല്ല. നിങ്ങൾ അവരുടെ ഡെമോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ ഫ്രീ ട്രയലോ അല്ലെങ്കിൽ അവരുടെ ഫ്രീ ക്ലാസ്സുകളോ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കിയിട്ട് ആ രീതിക്കുള്ള സാധനങ്ങൾ മേടിക്കുക. ഇപ്പൊ മാത്സ് ഒരാളുടെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം, അപ്പൊ അയാൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആളുകളുടെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. ചില ആളുകളുടെ എന്താണ് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ടോ, മാത്സ് മാത്രം, GK മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ അത് എടുക്കുക. അങ്ങനെ, കാരണം നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ കൊടുക്കുന്ന പൈസക്കുള്ള വില നമുക്ക് കിട്ടണം അല്ലെ. കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടോ, അല്ല ഒരു റെക്കോർഡറാണോ, ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങൾ. എനിക്ക് ലൈവ് ക്ലാസ് ഫുൾ ടൈം ഞാൻ അത്യാവശ്യം നാട്ടിലുണ്ടാവുന്നുണ്ടെങ്കിൽ എന്താ എനിക്ക് ലൈവ് ക്ലാസ് വിഷയമല്ല, കാരണം എപ്പോഴാണ് ഞാൻ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ എനിക്ക് ഫുൾ റെക്കോർഡിങ്ങേ പറ്റുള്ളൂ, ഞാൻ വേറെ വർക്കിന് പോകുന്നുണ്ടെന്ന് റെക്കോർഡ് ക്ലാസ്. ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഏതാണോ സെറ്റ് ആവുക വെച്ചാൽ അത് വെച്ച് ചൂസ് ചെയ്യാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓൺലൈൻ കോഴ്സസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ആലോചിച്ച് ചൂസ് ചെയ്യാം. ഇനി അടുത്തത് മോക്ക് ടെസ്റ്റ്. ഇത് മസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റ്, നിങ്ങളൊരു മോക്ക് ടെസ്റ്റ്, ഞാൻ ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ മോക്ക് ടെസ്റ്റുകളുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ആപ്പിന്റെ ഒക്കെ മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ, ഞാൻ അതിന് വേണമെങ്കിൽ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന്റെ മോക്ക് ടെസ്റ്റ്, ഒരുപാട് മോക്ക് ടെസ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ വേറെ വല്ല ആപ്പുകൾ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന മോക്ക് ടെസ്റ്റുകൾ മതി. ഞാൻ പറയാം,
പക്ഷെ എന്താ വെച്ചാൽ ആകെ 2 3 ആളുകൾ മാത്രമുള്ള ഒരു മോക്ക് ടെസ്റ്റ് എടുക്കാണ്ടിരിക്കാൻ നല്ലത്. കാരണം ഒരു ആപ്പ് ഉണ്ട്, അതിൽ ആകെ 8 ആൾക്കാരേ ഉള്ളൂ. ആ 8 ആളുകൾ മാത്രം, അതിൽ 2 ആൾക്കാരെ RRBക്ക് ഉള്ളൂ. ആ മോക്ക് ടെസ്റ്റ് ഞാൻ എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. കുറച്ചധികം ആളുകളൊക്കെ ഉള്ള ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്താൽ എന്താന്ന് വെച്ചാല് ഇനി കമ്പയർ ചെയ്യാം. ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇടയ്ക്ക് അവർ ഒരു വീക്കിലി ടെസ്റ്റ് ഒക്കെ നടത്തും എല്ലാവർക്കും വേണ്ടി. അപ്പൊ എന്താ ഒരുപാട് ആളുകൾ ഈ എക്സാം എഴുതുകയാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം എവിടെയാ ബാക്കിയുള്ളവരുടെ സ്ഥാനം എവിടെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ എന്താ വെച്ചാൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു എനിക്ക് മാർക്ക് കിട്ടി, മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന മാർക്ക് അതിന് കാര്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന, കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇത് വീട്ടിലിരുന്ന് തനിക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഇത് മാസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ് സെന്ററിൽ ഒരു ടെസ്റ്റ് ചിലപ്പോൾ സ്വീകരിക്കും. അല്ലെങ്കിൽ ഇതെന്തായാലും ചെയ്യാം. അതിൽ തന്നെ നിങ്ങളുടെ മാർക്കുകൾ നോട്ട് ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഒരു ബുക്ക് എടുക്കുക, ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഡേറ്റ് എഴുതുക, എക്സാം ഏതാണ് എഴുതിയെന്ന് വെച്ചാൽ അതിന്റെ മാർക്ക് ഇങ്ങനെ 3 കോളം ഇട്ട് വെക്കുക. ഇപ്പൊ ഇന്ന് 24 ജൂലൈ നിങ്ങളുടെ എക്സാം എഴുതി, ഒരു മാത്സിന്റെ ഒരു എക്സാം എഴുതി, മാത്സിന്റെ എക്സാം 1 എഴുതി, എത്ര മാർക്ക് കിട്ടി? നാളെ നിങ്ങൾ ചിലപ്പോ റീസണിങ് ആവും ചെയ്യുന്നുണ്ടാവും, എത്ര മാർക്ക് കിട്ടി? അടുത്ത ദിവസം ഒരു കംപ്ലീറ്റ് സെറ്റ് ചെയ്യണ്ടാവും, എത്ര മാർക്ക് കിട്ടി? ഇങ്ങനെ എല്ലാം ഡേറ്റ് ബൈ ഡേറ്റ് ബൈ ഡേറ്റ് ബൈ ഡേറ്റ് ആയിട്ട് നിങ്ങൾ അവിടെ ആ ബുക്കിൽ എല്ലാം എഴുതി വയ്ക്കുക. എന്തിനാന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇതിൽ വല്ല പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ, അതോ നിങ്ങൾ താഴത്തേക്കാണോ മുകളിലേക്കാണോ, ഇങ്ങനെ നിങ്ങൾക്ക് കുറെ കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം എത്രത്തോളം നിങ്ങൾ. ഇപ്പൊ 1 മണിക്കൂറിന്റെ ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്താലും വേണ്ടില്ല, ആ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ തെറ്റി ഏതൊക്കെ ശരി, നിങ്ങൾക്കൊരു മൊത്തം ഒരു അനാലിസിസ് നടത്തണം. എന്നാലും നിങ്ങൾക്ക് അറിയുള്ളൂ. ടെസ്റ്റിംഗ് ചെയ്തിട്ട് കാര്യമില്ല, ഇത് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ ഓൾറെഡി ക്ലാസ് എടുക്കാൻ പോയതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മസ്റ്റ് ആണ്. സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സ്ട്രാറ്റജി വെച്ച് പഠിക്കുക, അതിനൊപ്പം മോക്ക് ടെസ്റ്റ് ചെയ്യുക. ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ പഠിപ്പിക്കാൻ പോയ സമയത്തൊക്കെ കണ്ടായിരുന്നു. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പിള്ളേർക്ക് കൊടുക്കും, പിള്ളേരെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യും, കറക്റ്റ് ടൈം വെച്ച് ചെയ്യുക. ടൈമാണ് ഇതിൽ ഇമ്പോർട്ടന്റ് കേട്ടോ, ഞാൻ പറയാൻ മറന്നു. ടൈമാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം കിട്ടിയിട്ട് 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞ് ചെയ്യും, പക്ഷെ അതല്ല. മാത്സ് സ്പീഡ് വേണം, റീസണിങ് സ്പീഡ് വേണം. ഇതൊക്കെ നമ്മുടെ ടൈം പോകുന്ന സാധനങ്ങളാണ്. PSC പോലെ അല്ല. കാരണം എന്താ, PSC നമുക്ക് വീട്ടിൽ കറപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോഴും. ആ പരിപാടി നല്ലതിന്. അപ്പൊ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഇതൊക്കെ നമുക്കൊന്ന് ഫെമിലിയർ ആവാണ്. അവിടെ മോക്ക് ടെസ്റ്റ് എന്തായാലും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ടൈം മാനേജ്മെന്റ് മസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടോപ്പിക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിന് സെപ്പറേറ്റ് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ പെർസെന്റേജ് നിങ്ങൾക്ക് ഡൗട്ട് ആണെന്ന് വെച്ചോ, പെർസെന്റേജ് സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ് ചെയ്യാം. ആ ടോപ്പിക്കിന് എക്സ്ട്രാ ടൈം കണ്ടുപിടിക്കും. ഞാൻ ഉണ്ടാക്കിയ ടൈം ടേബിളിൽ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിൽ സാധനം പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു ഓർഡറായി അല്ലെ. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം റിവിഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാകുന്ന ടൈം ടേബിളിൽ ഒരു എക്സ്ട്രാ ടൈം എന്തായാലും വെച്ചിരിക്കണം. അതൊക്കെ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ തന്നെ വെച്ചോ, എന്നാലേ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഇന്ന് റിവൈസ് ചെയ്യാണ്ട് നിങ്ങൾ ആദ്യം പഠിച്ചത് മറന്നു പോകും. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ നിങ്ങൾ എന്താണെന്ന് ആലോചിക്കാണ്ടിരുന്ന അതിന് ആ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അതായത് കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ടൈം ഉണ്ട്, ഇനിയും ടൈം ഉണ്ട്. എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ ഈ വീഡിയോ ചെയ്തത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ എന്താണ് ഒരുപാട് ടൈം ഒക്കെ ഉണ്ടോ. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചോ. ഇനി അടുത്തൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതായിട്ട് ഈ ഒരു സാധനം കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം ആവശ്യം വരും. എന്താ അറിയോ? മോട്ടിവേഷൻ. കാരണം നമ്മൾ ആവേശത്തിൽ ഇരിക്കും. ഞാൻ പറഞ്ഞുതരാം, ഇത് ഭയങ്കര രസമുള്ള പരിപാടി. അപ്പൊ ഇതൊക്കെ കേട്ടു, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു, ഇത് കൊള്ളാം, നാളെ മുതൽ ഞാൻ NTPCക്ക് ഇരിക്കും. ഈ സാറ് പറഞ്ഞതുപോലെ എന്താണ്, സാറ് മുമ്പേ കോച്ചിങ് സെന്ററിലൊക്കെ പഠിപ്പിച്ചൊക്കെ പരിചയമുള്ള ആളാണ്, ആള് പറഞ്ഞതുപോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇരിക്കും. ഇത് 2 ദിവസമൊക്കെ ഇരിക്കും. പിന്നെ എന്താ അറിയോ, ഈ പരിപാടി ഇങ്ങനെ മടുക്കാൻ തുടങ്ങും. കാരണം എന്താ വെച്ചാല് നമ്മളിതിങ്ങനെ ഒന്ന് പഠിക്കുന്നതായിരിക്കും വലിയ താല്പര്യമുള്ള കാര്യം തന്നെ. പിന്നെ എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തിക്കയറ്റി കൊണ്ടിരിക്കണം. എപ്പോ എക്സാം വരുന്ന അറിയില്ല, അല്ലെങ്കിൽ എക്സാം പാസ്സാവുമെന്ന് അറിയില്ല. ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാം അല്ലെ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അത്രയും വലിയൊരു കോഴ്സ് ഒരു കാരണം നമുക്ക് ഉണ്ടാവണം. ഞാൻ ഇതിന് പോയാലേ എന്റെ കുടുംബം മുന്നോട്ട് പോവുള്ളൂ, ഞാൻ ഇതിന് പോയിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാം, രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ. കാരണം അതിൽ വലിയ മോട്ടിവേഷൻ ഒരാൾക്കും തരാനില്ല. ഈ ഒരു വർഷം ഞാൻ ജോലി മേടിച്ചില്ലെങ്കിൽ ഞാൻ ഏജ് ഓവർ ആവും, എനിക്ക് എഴുതാൻ പറ്റില്ല. അങ്ങനത്തെ ആളുകളൊക്കെ അവർക്ക് പ്രത്യേകിച്ച് മോട്ടിവേഷൻ ആരും കൊടുത്തിട്ടും കാര്യമില്ല അല്ലെ. ഇതൊന്നും അല്ലാണ്ട് ഇതൊക്കെ നമ്മൾ ഇരിക്കാൻ നാളെ നോക്കാം അല്ലെങ്കിൽ ഇന്ന് പോകണ്ട, അങ്ങനെ തള്ളി പോയിട്ട് ഈ പരിപാടി ആകെ കൊളാവും.
അപ്പോൾ നിങ്ങൾ ഒന്നൊരിക്കൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കണം. എന്താണ് എനിക്കിത് വേണം, ഇങ്ങനെ നിങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടില്ലേ, കുറെ ആളുകൾ എഴുതി ഒട്ടിക്കും. ഇപ്പോൾ ഫോൺ എടുക്കുകയാണെങ്കിൽ ഡോട്ട് ടച്ച് യുവർ ഫോൺ എന്നൊക്കെ എഴുതി വെക്കും. അല്ലെങ്കിൽ ദിസ് ഇസ് യുവർ ലാസ്റ്റ് ചാൻസ്, ഡു ഓർ ഡൈ. അല്ലെ, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, തളരരുത് രാമൻകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതി. കാരണം ഇത് നമ്മുടെ അവസാനത്തെ ചാൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത്, കാരണം ഈ പരിപാടി ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഒരു വർഷം നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് മെനക്കെട്ടാൽ മതി, നിങ്ങളുടെ ലൈഫ് സെറ്റിലാണ്. ആ രീതിക്ക് ആലോചിച്ചിട്ട്, അത് ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കാം, നമ്മൾ വെറുതെ ഓടുന്നത്, ഇപ്പൊ അവിടെ ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ട്, നമ്മൾ അങ്ങോട്ട് ഓടണം, ഓടിക്കോ എന്ന് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ എത്തും അല്ലെ. അതേപോലെ എന്താണ്, നിങ്ങൾ ഓടിക്കോ എന്നുകൊണ്ട് പുറകിൽ വല്ല ആനേനെയോ പുലിനെയൊക്കെ അഴിച്ചു വിട്ടു നിങ്ങളെ പിടിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ഏതിലും നിങ്ങൾ സ്പീഡിൽ ഓടുക, പുറകിൽ ആരും വരുമ്പോഴേ ഓടുക. കാരണം എന്താ, നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റേ സാധനം നമ്മളെ പിടിക്കും, നമ്മുടെ കാര്യം തീരുമാനമാവും അല്ലെ. അപ്പൊ അവിടെ എന്താ, നമുക്ക് അവിടെ എത്തണം എന്നുള്ളതിന് ഒരു മോട്ടീവ് നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ജീവൻ പോകുന്നതുകൊണ്ടാണ്. അപ്പൊ ആ രീതിയിൽ ഇരുന്ന് പഠിക്കുക, അങ്ങനെ ആളുകളെ രക്ഷപ്പെടുള്ളൂ. ഓക്കെ, ഫൈൻ. ഇനി ഇതൊക്കെ പുറമെ സെൽഫ് സ്റ്റഡിയിൽ വരുന്ന ഒരു പ്രശ്നമാണ് അപ്ഡേറ്റുകൾ അറിയാണ്ടിരിക്കും. നമ്മളൊരു കോച്ചിങ് സെന്ററിൽ പോയാൽ എന്താ, എന്താണ് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഹാൾ ടിക്കറ്റ് വന്നു, നമ്മൾ അപ്പുറത്തേക്ക് നമ്മൾ പറയും ഹാൾ ടിക്കറ്റ് വന്നു, അല്ലെങ്കിൽ എക്സാം മാറ്റി വെച്ചു, അല്ലെങ്കിൽ എന്താണ് എക്സാമിന്റെ കുറച്ച് വാക്കൻസി കൂടി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോച്ചിങ് സെന്ററിൽ പോകണമെങ്കിൽ അവരിങ്ങനെ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ കൊണ്ട് കിടക്കുന്ന തവള പോലെ നമ്മൾ തന്നെ ലോകം കണ്ടിരിക്കും, ഒന്നും നമ്മൾ അറിയില്ല. അപ്പോ അപ്ഡേറ്റ്സ് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. RRB എന്തും നിങ്ങൾ പേടിക്കണ്ട, ഒന്നുമില്ല നമ്മൾ നമ്മുടെ ചാനലിലൊക്കെ ഇടുന്നുണ്ട് അല്ലെ, നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ ഇത് ഞാൻ എന്റെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയാൽ കിട്ടും. ഈ RRB അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇടാത്ത ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വരില്ല, മനസ്സിലായോ? ഒരു അപ്ഡേറ്റും RRBയുടെ ഒഫീഷ്യൽ സൈറ്റിൽ വരാത്തൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വരില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു വരുന്നത് അതിന് ചോദ്യം ചെയ്യാം, പോർട്ട് പോകാൻ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ RRB ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒഫീഷ്യൽ സൈറ്റ് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്ന ചാനലുകളോ അല്ലെങ്കിൽ എന്താ പേപ്പറുകളോ അല്ലെങ്കിൽ ഇപ്പം തൊഴിൽ വാർത്ത അങ്ങനത്തെ പ്രസിദ്ധീകരണങ്ങളോ തൊഴിൽ രീതി എന്തോ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താലേ എന്താ നമുക്ക് ഇതിലേക്ക് നടക്കണമെന്ന് അറിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും. മെയിൻ ആയിട്ട് ആ പഠിക്കുന്ന ആ ഒരു ഭാഗം വൃത്തിക്കിരിക്കണം, അവിടെ നീച്ചു പോയരുത്, ആ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ചു. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്, എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക, ഞാനത് വായിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് അല്ലെങ്കിൽ അടുത്തൊരു ലൈവ് നമുക്ക് വരാം, ലൈവ് വരുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ ഞാൻ അങ്ങനെ റെഗുലർ ആയിട്ട് പറയാത്തൊരു കാര്യമാണ്, കുറെ ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് അടുത്ത വീഡിയോ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇവിടെ നമുക്കൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ എനിക്കുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്ക് ഈ സാധനം ഉപകാരപ്പെടുന്നുണ്ട് അല്ലെ. ഞാനിങ്ങനെ വീഡിയോ ഇട്ട് ആരും കാണില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇതുണ്ടാവില്ല. അപ്പൊ അതൊന്നും പറയാം. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെയാണ്. സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.